ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചക്കക്കുരു കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളെ വീട്ടിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ ഈ ചക്കക്കുരു കേട് വരാതെ അനേക കാലം നമുക്ക് എടുത്തേക്കാൻ പറ്റും കേട്ടോ. ചക്കൻ്റെ ഉള്ളിൽ നിന്നും എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയിട്ട് ഇതുപോലുള്ള ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഈ എടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അപ്പങ്ങോട്ട് ചക്കയിൽ നിന്നും എടുത്ത ചക്കക്കുരു പോലെ ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നല്ല ചുക്കി ചുളിഞ്ഞിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കും. അത് കുറച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നീർന്ന് കിട്ടും കേട്ടോ. ഇതുപോലെ നല്ല ചക്കക്കുരുവായി മാറുവേ. ഇതിപ്പോൾ ഞാൻ അതുപോലെ എടുത്ത് വെച്ചിരുന്നൊരു ചക്കക്കുരുവാണ്. ഇത് പാത്രത്തിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് കേടായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഇതിങ്ങനെ ഉഷാറായി വന്നു. പിന്നെ ഞാൻ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയതാണ് കേട്ടോ. ഇന്ന് വെയിലുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് ഞാൻ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഒരു ഇതാണ്, ഒരു പൊടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്നോടൊരു കൂട്ടുകാരി പറഞ്ഞിരുന്നു, എനിക്ക് ചക്കക്കുരു പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വൈകാതെ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി കത്തിച്ചിട്ട് ഇതാ ആ മൺചട്ടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ആക്കാം കേട്ടോ. ഇത്രയും ചക്കക്കുരു ചിലപ്പോൾ ആയി വന്നില്ലെങ്കിലോ പകുതി ആക്കാം കേട്ടോ. ഇത്ര സാധനം നമുക്ക് വേണ്ട. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇത്രയൊന്നും കഴിക്കൂല, ആളില്ലല്ലോ. ഏതായാലും ഉണ്ടാക്കി വെക്കാം. ആർക്കെങ്കിലൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ. ഒരു തവി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇടയ്ക്ക് കൊടുക്കണം. അപ്പം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു പൊടിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പുട്ട് എന്ന് പറയും, ചക്കക്കുരു പുട്ട് എന്ന് പറയും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേറെയും സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ചക്കക്കുരു ഇതാ ഈ വേവായി വരുന്നുണ്ട് കേട്ടോ. വേണ്ടില്ല, എന്നെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ആവട്ടെ, ആവുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത് ഈ വേവിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് കണ്ട അങ്ങനെ വെന്തിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. ചൂടാണ് കേട്ടോ, കാണിച്ചു തരാൻ. എന്തില്ല ഇത് നമുക്കിനി തൊലിച്ചിട്ട് വേണം ഇതാക്കാൻ. അപ്പോഴേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് അരി വേണം കേട്ടോ. ഈ അരി എന്തിനാ വെച്ചാൽ ഇതുപോലെ വറുത്തെടുക്കാനാണ് കേട്ടോ. അത് ആ ചട്ടിയിൽ തന്നെ നമ്മൾ വറുത്തെടുക്കാണ്. അതിതാ നന്നായി പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. വേണ്ടില്ലേ, ചൂടിനനുസരിച്ച് ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഫുള്ളായിട്ട് പൊരിച്ചെടുക്കട്ടെ, വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ അരി ഇതങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഒരു വാക്ക് എടുത്തിട്ടുണ്ട്, അടുത്ത വാക്ക് വീണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഇട്ട് അരി ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ച ചക്കക്കുരൊക്കെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ വാക്കും കൂടി നമുക്ക് വറുത്തെടുക്കാം അരി. അതിലേക്ക് നമുക്ക് കുറച്ച് അരി, തേങ്ങ, നമ്മൾ വറുത്തെടുത്ത് വെച്ച ചക്കക്കുരു, പിന്നെ അതിലേക്ക് ആവശ്യമായ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എന്താ ഞാൻ ആ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കത്തി വെച്ചിട്ടിങ്ങനെ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഇതാ ചക്കക്കുരു ആദ്യം തന്നെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരിയും ശർക്കരയും തേങ്ങയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ പൊടിച്ചപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് അതും ഉപയോഗിക്കാം, പിന്നെ പൊടിയാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ പൊടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഉണ്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടി സെറ്റായിട്ട് ഒന്നും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പൊടികളും ഒക്കെ ഇവിടെ ഒന്നും കൂടി പൊടിച്ചെടുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊരു കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇതൊരു പുട്ടാക്കിയിട്ട്, അതായത് പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിക്ക് വേവിക്കുന്നതല്ല കേട്ടോ ചക്കക്കുരു പുട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ പുട്ട് പോലെ അരച്ച്, അതായത് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പഴയ കാലത്ത് ഇത് ഒരു ഉരലിട്ടിട്ടാണല്ലോ നമ്മളെ ഉമ്മമാരൊക്കെ പൊടിക്കുക. അപ്പോൾ അത് പൊടിച്ച് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഉരലിലിട്ട് ഇടിച്ച് കുത്തി വരുമ്പോൾ തന്നെ അതിങ്ങനെ പുട്ട് പോലെ അങ്ങോട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് ചക്കക്കുരു പുട്ട് എന്ന് പേര് വീണത്. ഇപ്പം നമ്മൾ ഇവിടെ മിക്സിയിൽ പൊടിക്കുന്നത് കൊണ്ട് ആ പൊടി നമ്മൾ ഇതുപോലെ ഉരുട്ടി റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരുവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരും ചക്കക്കുരു കളയണ്ട, ഉണക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെയുള്ള സ്നാക്സുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വൈകുന്നേരം 4 മണി ചായക്കൊക്കെ നല്ല ഫസ്റ്റാണ് കേട്ടോ. മധുരം കുറച്ചിട്ട് നല്ലൊരു ചായയും പാൽ ചായയും ഈ ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു സ്നാക്സും കഴിച്ച് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.